നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസി. പ്രധാന വാർത്തകൾ. നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വള്ളംകളി പ്രേമികൾക്ക് അവസരമൊരുക്കുന്നു. വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് KSRTCയുടെ പാക്കേജ് ക്രമീകരിച്ചിരിക്കുന്നത്. കഥാകാരിയും KGOA അംഗവുമായ M. മഞ്ജുവിന്റെ ജലപ്പന്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ആലപ്പുഴ കയർ ക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി P. രാജീവും കഥാകൃത്ത് PJ ആന്റണിക്ക് പുസ്തകം നൽകി പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി കമന്ററി മത്സരം സംഘടിപ്പിച്ചു. നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ ജില്ലാ കളക്ടർക്ക് കൈമാറി. ദുരന്തബാധിത പ്രദേശത്തെ ജനതയ്ക്ക് കൈത്താങ്ങാകാനായിട്ടാണ് തുക കൈമാറിയത്. സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ യോഗയുടെയും കരാട്ടയുടെയും പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോളേജിലെ NSS ടെക്നിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വയം പ്രതിരോധ വിദ്യാ സെമിനാറിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വള്ളംകളി പ്രേമികൾക്ക് അവസരമൊരുക്കുന്നു. വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് KSRTC പാക്കേജ് ക്രമീകരിച്ചിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വള്ളംകളി പ്രേമികൾക്ക് അവസരമൊരുക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശം അനുഭവിച്ചറിയാൻ KSRTCയിൽ യാത്ര ചെയ്ത് ആലപ്പുഴ പുന്നമട കായലിൽ നടക്കുന്ന കായൽ ജലോത്സവത്തിന് പങ്കെടുക്കാം. വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് KSRTCയിൽ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും ആവശ്യാനുസരണം ചാർട്ടേഡ് ബസ് ഒരുക്കി നെഹ്റു ട്രോഫിയുടെ റോഡ്, കോർണർ, വിക്ടറി ലൈൻ എന്നീ കാറ്റഗറിയിലാണ് പ്രവേശനം നടത്തുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നും ആലപ്പുഴയിൽ നേരിട്ടെത്തുന്നവർക്ക് KSRTC ആലപ്പുഴ ഡിപ്പോയിൽ നെഹ്റു ട്രോഫി വള്ളംകളി കാണുന്നതിനായി പാസ് എടുക്കുവാൻ പ്രത്യേക കൗണ്ടർ ആലപ്പുഴ ഡിപ്പോയിൽ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 100, 200, 400, 500, 1500, 2500, 3000 വരെയുള്ള എല്ലാത്തരം പാസുകളും ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു. 1,75,100 രൂപയുടെ ടിക്കറ്റുകളും 2023 2,99,500 രൂപയുടെ ടിക്കറ്റുകളും KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മുഖേന വിൽക്കുവാൻ കഴിഞ്ഞതായും 10 ലക്ഷം രൂപയുടെ ടിക്കറ്റ് വിൽപ്പനയാണ് 2024 ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കഥാകാരിയും KGOA അംഗവുമായ M. മഞ്ജുവിന്റെ ജലപ്പന്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ആലപ്പുഴ കയർ ക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി P. രാജീവ് കഥാകൃത്ത് PJ ആന്റണിക്ക് പുസ്തകം നൽകി പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഥാകാരിയും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അംഗവുമായ M. മഞ്ജുവിന്റെ ജലപ്പന്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ആലപ്പുഴ കയർ ക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വ്യവസായ, കയർ, നിയമവകുപ്പ് മന്ത്രി P. രാജീവിൽ നിന്നും പ്രമുഖ കഥാകൃത്ത് PJ ആന്റണി പുസ്തകം ഏറ്റുവാങ്ങിയാണ് പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നടത്തിയത്. ചടങ്ങിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് IAS മുഖ്യാതിഥിയായിരുന്നു. നിരൂപകയും സാഹിത്യ അക്കാദമി അംഗവുമായ VS ബിന്ദു പുസ്തകം പരിചയപ്പെടുത്തി. ചിന്ത പബ്ലിക്കേഷൻസ് സബ് എഡിറ്റർ രാധാകൃഷ്ണൻ ചെറുവള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ബിജു X. മലയിൽ, AILU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CG സോമരാജൻ, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ M. മാക്കിയിൽ, KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു എന്നിവർ സംസാരിച്ചു. കഥാകൃത്ത് M. മഞ്ജു മറുപടി പ്രസംഗം നടത്തി. വളരെ ഏതൊരു പുസ്തകം എഴുതുന്ന ആളെ സംബന്ധിച്ചും ഇത്തരം ഒരു ചടങ്ങ് വളരെ സന്തോഷകരമായ ഒന്നാണ്. പുസ്തകം വളരെ ഒത്തിരിയൊന്നും സംസാരിക്കാൻ അറിയാവുന്ന ഒരാളല്ല ഞാൻ. എഴുതുക മാത്രമാണ്, എഴുതുകയും വായിക്കുകയാണ് പ്രധാനപ്പെട്ട എൻ്റെ മേഖലകൾ. അത് വളരെ ഗൗരവമായി തന്നെ എടുക്കുന്ന ആളും കൂടിയാണ്. ഒത്തിരി വായിക്കുകയും ഇത്തിരി എഴുതുകയും ചെയ്യുന്നു എന്ന് പറയുന്നതാവും ശരി. ഇത്തരം ഒരു ചടങ്ങിൽ നിൽക്കുമ്പോൾ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് ചടങ്ങിന് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് KG പ്രശാന്ത് ബാബു ചടങ്ങിന് നന്ദിയും പറഞ്ഞു. 70ാമത്
70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി കമന്ററി മത്സരം സംഘടിപ്പിച്ചു. നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓഗസ്റ്റ് 10-ന് പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമന്ററി മത്സരം സംഘടിപ്പിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക ചടങ്ങുകളില്ലാതെയാണ് മത്സരം സംഘടിപ്പിച്ചത്. HS, HSS പൊതുവിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത്. HS, HSS വിഭാഗത്തിൽ കുട്ടമംഗലം SNDP HSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി CR ബ്രൂട്ടോ, കൊടുപ്പുന്ന GHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി KS സോജിൻ, പുറക്കാട് SNHSSലെ +1 വിദ്യാർത്ഥി S ഷാഹി മുഹമ്മദ് എന്നിവർ യഥാക്രമം ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. പൊതുവിഭാഗത്തിൽ സെന്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൺ വിദ്യാർത്ഥി ജാനകി ബിനാഥ് 1ാം സ്ഥാനവും, പച്ച ചെക്കിടിക്കാട് സ്വദേശി ജോസ് ജെ വെട്ടിയിൽ സെന്റ് ജോസഫ് കോളേജ് ഫോർ വിമൺ വിദ്യാർത്ഥി KS അദീന സോണി എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. മുൻ MLA CK സദാശിവൻ, K നാസർ, രമേശൻ ചെമ്മാപറമ്പിൽ, അബ്ദുൾ സലാം ലപ്പ, MV ഹൽത്താഫ്, AV മുരളി, അധ്യാപിക റിജിമോൾ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രൊഫസർ ചെറിയാൻ അലക്സാണ്ടർ, ഹരികുമാർ വാലേത്ത്, വിനോദ് കാരിച്ചാൽ എന്നിവർ വിധികർത്താക്കളായി. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ ജില്ലാ കളക്ടർക്ക് കൈമാറി. ദുരന്തബാധിത പ്രദേശത്തെ ജനതയ്ക്ക് കൈത്താങ്ങാകുവാനായാണ് തുക കൈമാറിയത്. വയനാട് ചൂരമലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ടവർക്ക് സമാശ്വാസവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് രംഗത്തെത്തി. ദുരിതബാധിതരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയായി നൽകിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മാതൃക തീർത്തത്. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, BDO, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് കളക്ടറേറ്റിലെത്തി ചെക്ക് കൈമാറി. സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ യോഗയുടെയും കരാട്ടയുടെയും പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോളേജിലെ NSS ടെക്നിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വയം പ്രതിരോധ വിദ്യാ സെമിനാറിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ യോഗയുടെയും കരാട്ടയുടെയും പരിശീലനം നടത്തി. ഊർജ്ജസ്വലവും വിജയകരവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ആരോഗ്യം നിലനിർത്തുന്നതിന് ശാരീരിക വ്യായാമം അനിവാര്യ ഘടകമാണെന്ന് യോഗ പരിശീലനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യോഗാചാര്യൻ CP ശ്രീജിത്ത് പറഞ്ഞു. യോഗയ്ക്കൊപ്പം മാസ്റ്റർ ട്രെയിനർ രതീഷ് ഥാപ്പ കരാട്ടെ ഗുങ്ഫു രീതികളെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു. കോളേജ് സെക്രട്ടറി ജോസ് തോമസ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B അജിത് പ്രഭു എന്നിവർ സംസാരിച്ചു. കോളേജിലെ NSS ടെക്നിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വയം പ്രതിരോധ വിദ്യാ സെമിനാറിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ യോഗേഷ് ചടങ്ങിന് സ്വാഗതവും വിദ്യാർത്ഥി വികസനകാര്യ ഡീൻ ശരത് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വള്ളംകളി പ്രേമികൾക്ക് അവസരമൊരുക്കുന്നു. വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് KSRTCയുടെ പാക്കേജ് ക്രമീകരിച്ചിരിക്കുന്നത്. കഥാകാരിയും KGOA അംഗവുമായ M മഞ്ജുവിന്റെ ജലപ്പന്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ആലപ്പുഴ കയർ ക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി P രാജീവ് കഥാകൃത്ത് PJ ആന്റണിക്ക് പുസ്തകം നൽകി പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി കമന്ററി മത്സരം സംഘടിപ്പിച്ചു. നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ ജില്ലാ കളക്ടർക്ക് കൈമാറി. ദുരന്തബാധിത പ്രദേശത്തെ ജനതയ്ക്ക് കൈത്താങ്ങാകാനായിട്ടാണ് തുക കൈമാറിയത്. സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ യോഗയുടെയും കരാട്ടയുടെയും പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോളേജിലെ NSS ടെക്നിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വയം പ്രതിരോധ വിദ്യാ സെമിനാറിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.